നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കഴിഞ്ഞ 55 വർഷത്തോളമായിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ നമ്മളാരും കേട്ട് കാണില്ല ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ്, വലിയൊരു ആക്സിഡൻറ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലുണ്ടായിട്ട് ജനങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടായിട്ട് ഉള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം അതിൻ്റെ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓപ്പറേഷനിലുള്ള പ്രത്യേകതയാണ്. ഡിഫെൻസ് ഇൻ ഡെപ്ത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. ഈ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ 30 to 35% സേഫ്റ്റിക്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. തെർമൽ പവർ സ്റ്റേഷനായിട്ട് കമ്പയർ തെർമൽ പവർ സ്റ്റേഷനിൽ 5 to 10% ആണ് എൻ്റെ അറിവ്. ഈ മേ ബി ഏബിൾ ടു ടെൽ ദാറ്റ്. അപ്പോൾ നമ്മളുടെ നിലയങ്ങളിലൊന്നും ഇതുവരെ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും നമ്മളുടെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടൊരു ആക്സിഡൻറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി സൈറ്റിൻ്റെ പുറത്ത് കിടക്കുകയും ഓഫ് സൈറ്റ് ഏരിയകളിൽ ജനങ്ങളുടെ ഇടയിൽ റേഡിയോ ആക്ടിവിറ്റി വരികയും ജനങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയെ കുറച്ച് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളെ ആ റേഡിയേഷൻ്റെ ഹെൽത്ത് ഇഫക്റ്റുകളിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ആ റേഡിയേഷൻ്റെ എഫക്റ്റ് കുറയ്ക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു എമർജൻസി റെസ്പോൺസ് പ്ലാനിങ് ആൻഡ് ഓരോ സ്റ്റേഷനിലും അത് നിർബന്ധമായിട്ടും ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തയ്യാറായിരിക്കണം. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അതുപോലെ അത് വളരെ എവറി 2 years അത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ്, മോക്ക് ഡ്രില്ല് നടത്തണമെന്നാണ് നിയമം. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ ജനങ്ങൾക്ക് റേഡിയേഷൻ്റെ കൊണ്ടുള്ള ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അത് കുറയ്ക്കണം. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചില എമർജൻസി പ്ലാനിങ് സോൺസ് എന്ന് പറഞ്ഞിട്ട് റിയാക്ടർ ചുറ്റും ചില സോൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് എമർജൻസി പ്രിപ്പയർനെസ്സിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അതിൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഡോസ് കൊണ്ട് ഞങ്ങൾക്ക് എത്ര ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാവും. 2 തരം ഹെൽത്ത് ഇഫക്റ്റാണ് റേഡിയേഷൻ കൊണ്ടാകുന്നത്. ഒന്ന്, ഒരാൾക്ക് വളരെ വലിയ ഡോസ് ചെറിയ ടൈം പീരീഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു പ്രത്യേക ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്. ആ ത്രെഷോൾഡ് വാല്യൂവിൻ്റെ മീതെ ഡെഫിനറ്റ്ലി ഹി വിൽ ബി ഷോയിങ് സം സിംറ്റംസ്. ഫോർ എക്സാമ്പിൾ അക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രോം, അതിൽ വയറിളക്കം, ഛർദി, തലചുറ്റൽ മുതലായതാണ് ഇതിൽ വരുന്നതാണ്. ഇതിനെ നമ്മൾ ടെക്നിക്കൽ ടൈമിൽ ഡിറ്റർമിനിസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറയും. മറ്റൊരു കാര്യം, ചെറിയ ഡോസ് കിട്ടിക്കഴിഞ്ഞാലും കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ചില ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ ചിലപ്പോൾ ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ 2 ചാൻസ് ഉള്ളതുകൊണ്ട് ഇതിനെ പ്രോബബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ പറയുന്നത് പ്രോബബിലിസ്റ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ഇഫക്റ്റ് എന്നാണ്. അപ്പോൾ ഈ സോണിങ്ങിൻ്റെ പർപ്പസ് ഇതാണ്: ടു അവോയ്ഡ് ഡിറ്റർമിനിസ്റ്റിക് ഇഫക്റ്റ് ആൻഡ് റെഡ്യൂസ് ദി സ്റ്റൊക്കാസ്റ്റിക്. ഇതാണ് ഇതിൻ്റെ പർപ്പസ്. അപ്പോൾ പ്ലാന്റിൻ്റെ 1 കിലോമീറ്റർ വരെ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ വരെ നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ വലിയ റേഡിയോ ആക്ടിവിറ്റി ആയിരിക്കും, വളരെ വലിയ റേഡിയേഷൻ ഫീൽഡ് ആയിരിക്കും. അതുകൊണ്ട് 1-1.5 കിലോമീറ്റർ വരെയുള്ള ഏരിയയിൽ പബ്ലിക്കിന് ആക്സസ് ഇല്ല. അതിന് എക്സ്ക്ലൂഷൻ സോൺ എന്ന് പറയും. പബ്ലിക്കിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനടുത്തൊരു 5 കിലോമീറ്റർ വരെ അവിടെയും റേഡിയേഷൻ ഫീൽഡിൻ്റെ ഹൈ റേഡിയേഷൻ ഫീൽഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞ ഡിറ്റർമിനിസ്റ്റിക് ഇഫക്റ്റ് എന്നുള്ള പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ഓഫ് സൈറ്റ് ഏരിയയിൽ വരുന്നതിന് മുന്നേ തന്നെ ആളുകളെ അവിടെ ഒഴിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഏരിയനെ. അത് 1 to 5 കിലോമീറ്റർ. ഇതിന് നമ്മൾ പ്രിക്വേഷണറി ആക്ഷൻ സോൺ എന്ന് പറയും. പ്രിക്വേഷണറി എന്ന് പറഞ്ഞാൽ പ്രിക്വേഷൻ എടുക്കുന്നതാണ്. ബിഫോർ റിലീസ് ടേക്ക് പ്ലേസ് നമ്മൾ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക. അതിനടുത്തുള്ള ഒരു 16 കിലോമീറ്റർ വരെയുള്ള ദൂരം, അതിനെ നമ്മൾ അർജൻറ്റ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ സോൺ എന്ന് പറയും. ഇവിടെ സ്റ്റൊക്കാസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബൈ ചാൻസ് ഉണ്ടാകുന്ന ഇഫക്റ്റാണ്. അപ്പോൾ ഈ സ്റ്റൊക്കാസ്റ്റിക് ഇഫക്റ്റ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ക്യാൻസറാണ്. സ്റ്റൊക്കാസ്റ്റിക് റേഡിയേഷൻ കൊണ്ടാകുന്നത് ഒന്ന് ക്യാൻസർ, മറ്റേത് ജനറ്റിക് ഇഫക്റ്റാണ്. അപ്പോൾ ഇത് കുറയുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റൊക്കാസ്റ്റിക് ഇഫക്റ്റ് ആളുകൾക്ക് എത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ പറ്റും, അതിനുവേണ്ടി ആൾക്കാരെ ഒന്നുമില്ലെങ്കിൽ സം ടൈം നമ്മൾ ഒഴിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ തന്നെ ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്, ഷെൽട്ടറിങ്, പിന്നെ അയഡിൻ അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സോണിനെ നമ്മൾ പ്രിക്വേഷണറി അർജൻറ്റ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ എന്ന് പറയും.
കൂടാതെ 16 to 30 കിലോമീറ്റർ വരെ എക്സ്റ്റൻഡ് പ്ലാനിങ് സോൺ എന്ന് പറയും. അവിടെ റേഡിയോ ആക്ടിവിറ്റി അഥവാ കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ആൾക്കാരുടെ ഫുഡ് കൺട്രോളും ചെയ്യും. ഇതാണ് ഈ സോണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ തന്നെ ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോഴത്തെ ഇതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലത്ത് എത്രത്തോളം ആളുകൾക്ക് ഇതിൻ്റെ അഫക്റ്റ് ഉണ്ടാവാം, എത്ര പ്ലാനിങ് സോണുകളിൽ എത്ര വില്ലേജുകൾ ഉണ്ടാവും, എത്ര ആളുകൾക്ക് അഫക്റ്റ് ചെയ്യാന്ന് നോക്കി നമ്മളെ സംബന്ധിച്ചോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആൾറെഡി പറഞ്ഞു. സൈറ്റിങ്ങിൽ പ്രധാനമായിട്ട് നമ്മളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂക്ലിയർ പ്ലാന്റ് വെക്കണമെങ്കിൽ കേരളത്തിൽ നമ്മൾ നോർത്തേൺ കേരളയിലെ തീരദേശ പ്രദേശങ്ങൾ മാത്രമേ പറ്റുള്ളൂ, അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തീരപ്രദേശത്ത് വയ്ക്കുമ്പോൾ അവിടെ ഈ എക്സ്റ്റൻഡഡ് പ്ലാനിങ് സോണിൻ്റെയൊക്കെ റേഡിയസ് നേർപകുതിയായി മാറും. അതുകൊണ്ട് അതിൻ്റെ ഏരിയയും കറസ്പോണ്ടിങ്ങിൽ കുറയും. അതുകൊണ്ട് ഒരു എക്സ്പ്ലോഷൻ സോൺ, അതായത് റിയാക്ടർ വെക്കുന്ന സ്ഥലത്ത് ഒരു 5-6 വാർഡുകൾ, നമ്മളെ വില്ലേജിൻ്റെ വാർഡുകൾ, അത്രയ്ക്ക് ഏരിയയിലുള്ള ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഈ PA സെറ്റ് എന്നുള്ള ഏരിയയിൽ ഒരു 2-3 ഗ്രാമപഞ്ചായത്താണ് വരിക. അതുപോലെ UP സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 തൊട്ട് 20 വരെ ഗ്രാമപഞ്ചായത്തുകൾ വരും. ഇനി ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇതൊരു വലിയ റിയാക്ടറുകൾക്കുള്ള ഒരു സോണിങ്ങാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ആൾറെഡി SMRനെ പറ്റി പറഞ്ഞു, സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് വരാനുള്ള കാരണം ഫുക്കുഷിമ ആക്സിഡൻ്റ് എല്ലാവർക്കും കേട്ട് കാണും. ഫുക്കുഷിമ ആക്സിഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ സ്മോൾ മോഡുലാർ റിയാക്ടർ കൊണ്ടുവന്നത്. ഒരു വലിയ റിയാക്ടറിൽ വലിയധികം റേഡിയോ ആക്ടിവിറ്റി, നമുക്കറിയാം റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാവും. ഒരു വലിയ റിയാക്ടറിൽ ഇപ്പോൾ ഏകദേശം ഒരു 300 മെഗാക്യൂരി വരെ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ റേഡിയോ റിലീസും കൂടുതലായിരിക്കും, നാച്ചുറലി ആൾക്കാർക്ക് അതിൻ്റെ എഫക്റ്റും കൂടുതലായിരിക്കും. ചെറിയ റിയാക്ടർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കോർ ഇൻവെൻട്രി എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. ഒരു ചെറിയ റിയാക്ടർക്ക് 1/10 ഉണ്ട്, അതായത് 30 മെഗാക്യൂരി വരെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ ഈ സോണിങ് ഡിസ്റ്റൻസും കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ വരുമ്പോൾ ഈ ഇവാക്വേഷൻ എന്ന് പറഞ്ഞ പാർട്ടേ വരില്ല. ഈ പുതിയ സ്മോൾ മോഡുലാർ റിയാക്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആളുകളെ ഇവാക്വേറ്റ് ചെയ്യുന്ന ഒരു സോണേ അതിലുണ്ടാവില്ല. അങ്ങനെ അതായത് ഈ എക്സ്ക്ലൂഷൻ സോണിൽ തന്നെ ഇതെല്ലാ സോണുകളും ഒതുങ്ങും. അതാണ് ഈ സ്മോൾ മോഡുലാർ റിയാക്ടറിനുള്ള അഡ്വാൻറ്റേജ്. ഇത് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ ഫുക്കുഷിമയിൽ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആദ്യം അവർ 3 കിലോമീറ്ററിൽ വരെയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും റേഡിയേഷൻ കൂടിയപ്പോൾ അവരെ 10 കിലോമീറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും റേഡിയേഷൻ കൂടിയപ്പോൾ അവർ 20 കിലോമീറ്ററിൽ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ റിപ്പീറ്റഡ് ഷിഫ്റ്റിങ്ങിൽ വളരെ ഒരു 1000-ലും കൂടുതൽ 1600 ആളുകൾ മരിച്ചു എന്നാണ് പറഞ്ഞത് ഈ ഇവാക്വേഷനിൽ. അപ്പോൾ ഇവാക്വേഷനിൽ 1600 ആൾ മരിക്കുകയും റേഡിയേഷൻ കൊണ്ട് ഒരാളും മരിച്ചിട്ടില്ല. റേഡിയേഷനൊക്കെ വളരെ നോർമലായിരുന്നു. അപ്പോൾ അത് കൊണ്ടാണ് ഈ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് എന്ന കോൺസെപ്റ്റ് ബേസിക്കലി വരാനുള്ള കാരണം ഇതാണ്. ഈ ഇവാക്വേഷൻ എന്നിട്ടുള്ള ഒരു കമ്പോണൻറ്റ് എമർജൻസി പ്ലാനിങ്ങിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം റേഡിയേഷനെ പറ്റിയുള്ള കൺസേൺ എല്ലാവരും ഇതൊക്കെ പറഞ്ഞാലും റേഡിയേഷനെ പറ്റി എല്ലാവർക്കും വളരെ കൺസേൺ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മളെ ബോഡി തന്നെ റേഡിയോ ആക്റ്റീവാണ്. നമ്മളുടെ ബോഡിയിൽ അബൌട്ട് 4000 ബെക്കറൽ പൊട്ടാസ്യം 14 ഉണ്ട്. അതുപോലെ അത്രയ്ക്ക് തന്നെ കാർബൺ 14 ഉണ്ട്. അതുപോലെ യുറേനിയം, തോറിയം, ട്രിഷ്യം മുതലായ ഐസോട്ടോപ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 300 മൈക്രോസീവട്ട് ഡോസ് കിട്ടുന്നതാണ് കണക്ക്. മൈക്രോസീവട്ട് എന്നുള്ള ഡോസ് യൂണിറ്റ് കേൾക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം 300 യൂണിറ്റ് ഡോസ് എന്ന് പറയാം മൈക്രോസീവട്ടിന് പകരം. ഈ ഡോസ് കൊണ്ട് തന്നെ ഈ ഹെൽത്ത് ഇഫക്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം, സ്റ്റൊക്കാസ്റ്റിക് ഇഫക്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാവാം. ഇതൊരു ചെറിയ ഡോസ് ആയാലും എനി സ്മോൾ ഡോസ് ക്യാൻ ലീഡ് ടു സ്റ്റൊക്കാസ്റ്റിക് ഇഫക്റ്റ്. ഇനി നമ്മളുടെ എർത്ത് റേഡിയോ ആക്റ്റീവ് ആണ്. ആകാശത്തുനിന്ന് കോസ്മിക് റേസ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് എബൌട്ട് 2400 യൂണിറ്റ്സ് ഓഫ് ഡോസ് ഒരു കൊല്ലം കിട്ടിക്കൊണ്ടിരിക്കും. ചവറ ഏരിയയിൽ നമുക്കറിയാം തോറിയമൊക്കെ ഉള്ള കൂടുതൽ സ്ഥലങ്ങളാണ്. ചവറയിൽ അതിൻ്റെ 5 to 10 ടൈംസ് വരെ ഡോസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റഡികൾ RCC ട്രിവാൻഡ്രം ഇതിന് ഒരു 10-20 കൊല്ലം പഠിച്ചിട്ടുണ്ട്. 3-3.5 ലക്ഷം ആൾക്കാരെ പോയി അവിടെ പഠിക്കുകയും അവർക്ക് അതിൽ നിന്ന് മനസ്സിലായത് ഈ ക്യാൻസർ ഇൻസിഡൻസ് എക്സസൈറ്റൊന്നും കണ്ടില്ല അവർ ഇതുകൊണ്ടില്ല. അതിന് കാരണം അവർ പറഞ്ഞത് ആൾക്കാർ അതായിട്ട് ആ സിസ്റ്റമായിട്ട് ആ എൻവയൺമെൻറ്റായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോയി, അതുകൊണ്ട് ക്യാൻസർ ഇൻസിഡൻസ് കൂടുന്നില്ലാണ്. ഇനി
നമ്മളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ തൈറോയിഡ് പ്രോബ്ലം ഉള്ള തൈറോയിഡ് സ്കാൻ ചെയ്യാറുണ്ട്. തൈറോയിഡ് സ്കാനിൽ അയഡീനാണ് കുടിക്കാൻ കൊടുത്തിട്ട് അയഡീൻ നമ്മുടെ തൈറോയിഡിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഡോസ് വലിയ ഡോസാണ് കിട്ടുന്നത്. ഫുകുഷിമ ആക്സിഡൻറ്റിൽ ഉണ്ടായപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടിയ അയഡിനേക്കാളും കൂടുതൽ അയഡിൻ കൊടുത്തിട്ടാണ് നമുക്കൊരു തൈറോയിഡ് സ്കാൻ നടത്തുന്നത്. പിന്നെ നമുക്കറിയാം ഇതുണ്ട് CT സ്കാൻ, നല്ല ഡോസുള്ള ഒരു ടെസ്റ്റാണ്. അതുപോലെ പെറ്റ്, പോസിറ്റീവ് എമിഷൻ ടോമോഗ്രാഫി, അത് ക്യാൻസർ ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കുക. ക്യാൻസർ ഇല്ലെങ്കിലും ഈ റേഡിയോ ആക്ടിവിറ്റി ഇഞ്ചെക്ട് ചെയ്യും, ഫ്ലൂറിൻ റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്യണേ. ക്യാൻസർ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നമുക്ക് അവർക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് മെഷർ ചെയ്തിട്ട് അതിൻ്റെ അവർ ഈ പെറ്റ് സ്കാനിന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും. അത് നമുക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിൽ പെറ്റ് യെസ് അല്ലെങ്കിൽ നോ. പക്ഷേ വളരെ വലിയ ഒരു ഡോസാണ് നമുക്ക് ആ പെറ്റ് സ്കാനിൽ കിട്ടുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതായത് നമുക്കത് വെരിഫൈ ചെയ്യണമല്ലോ. ഒരാൾ ഡൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യണം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏതൊരു പ്രവൃത്തി ആയാലും ഏതൊരു പ്രാക്ടീസ് ആയാലും അതിന് ദോഷത്തേക്കാൾ കൂടുതൽ ഗുണമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ ഗുണമാണ് കൂടുതൽ. അതായത് ക്യാൻസർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു, അതിന് എൻ്റെ ബോഡിയിൽ റേഡിയോ ആക്ടിവിറ്റി ഇഞ്ചെക്ട് ചെയ്യുന്നു. ചിലപ്പോൾ ആ ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് വേണമെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു സ്റ്റൊക്കാസ്റ്റിക് ഇഫക്റ്റ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ന്യൂക്ലിയർ റിയാക്ടറുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി നമുക്കറിയാം. അതുകൊണ്ടുള്ള ദോഷങ്ങൾ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗോ ഫോർ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് ഇൻ കേരള. ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇവാക്വേഷൻ്റെ ഇഷ്യൂ ഉദിക്കാത്തൊരിതാണ്. ഇവാക്വേഷനാണ് ഏറ്റവും വലിയ കൺസേൺ പബ്ലിക്കിൻ്റെ, ഇവാക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ നാടും വീടും വിട്ട് പോവുക, ജോലി പോവുക, തൊഴിൽ സ്ഥലം പോകുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതിന് ആൾക്കാർ ഡെഫിനറ്റ്ലി ഒപ്പോസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ സ്മോൾ മോഡുലാർ റിയാക്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആളുകളെ ഒരു കിലോമീറ്റർ ഏരിയയിലുള്ള ആൾക്കാരെ മാത്രമേ ഒഴിപ്പിക്കുള്ളൂ. ബാക്കി ഒഴിപ്പിക്കണം വരും, വേറെ നിവൃത്തിയില്ല. അതിപ്പോൾ നമ്മൾ ഹൈവേ NH66 വേണ്ടി എത്ര ആൾക്കാരെ ഒഴിപ്പിച്ചു? വളരെയധികം. ഒരു ഏക്കർ സ്ഥലത്തിന് 4 കോടി രൂപ വരെ കൊടുത്തിട്ടാണ് ആ സ്ഥലങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇത് ഒരു 3.14 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തിന് വലിയ എമൗണ്ട് ഒന്നും വരില്ല. അതുകൊണ്ട് I will recommend to go for small modular reactors if our DAE is agreeing for it, and we have to try for that. ഇപ്പോൾ ഇതിന് there is a competition for that. മഹാരാഷ്ട്രയിൽ പ്രപ്പോസ് ചെയ്യുന്ന 2 റിയാക്ടേഴ്സ്, സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. അതിന് ആൾക്കാർ മറ്റുള്ള സ്റ്റേറ്റുകൾ, രാജസ്ഥാനിൽ 8 റിയാക്ടർ ഈസ് ഓപ്പറേറ്റിംഗ്. അതുകൂടാതെ ഇപ്പോൾ 2 റിയാക്ടറിന് ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ രാജസ്ഥാനിലൊക്കെ സപ്പോർട്ട് ആൾസോ, അവർ പൈസ വേണമെങ്കിൽ പൈസയും കൊടുക്കുന്നുണ്ട് രാജസ്ഥാൻ ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ പേഷ്യൻ്റ് ഹിയറിംഗ്. താങ്ക് യു. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജ്ജം പകരാം.